നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിയുടെ ഭരണകാലത്ത് പിണറായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നല്ലോ തൊട്ടടുത്ത സംസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിലെ കെ സ്റ്റാലിൻ. ആ സ്റ്റാലിൻ തന്നെ പിണറായി ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. ചുരുക്കം പറഞ്ഞ ലോകത്ത് ഗോവിന്ദൻ മാഷും പിന്നെ പിണറായിയുടെ കുടുംബവും അല്ലാതെ മറ്റെല്ലാവരും പിണറായി തള്ളിപ്പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും തന്നെ തള്ളിപ്പറയില്ല എന്ന് കരുതിയിരുന്ന കെ സ്റ്റാലിൻ പോലും ഇപ്പോഴിതാ പിണറായിയെ തള്ളിക്കളയുകയാണ്. പിണറായി വിജയനെയും കേരളത്തിലെ CPM-നെയും രൂക്ഷമായി വിമർശിച്ച് DMK മുഖപത്രത്തിൽ ലേഖന പരമ്പര. വിഴിഞ്ഞം ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കും ഒപ്പം നിൽക്കുന്ന പിണറായിയുടെ ചിത്രവും മുരശുലിയിലെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജനം CPM-നെ തൂത്തെറിഞ്ഞെന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. പിണറായിയുടെ നവകേരള രേഖ പരാമർശിച്ച CPM-ന്റെ സാമ്പത്തിക നയം എന്തെന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. വ്യവസായ മന്ത്രി P. രാജീവിനെതിരെയും ലേഖനത്തിൽ വിമർശനമുണ്ട്. തമിഴ്നാട്ടിൽ DMK-യുമായുള്ള സഖ്യം ഉപേക്ഷിച്ച കോൺഗ്രസിന്റെ നയത്തെ ചോദ്യം ചെയ്ത കേരളത്തിലെ CPM എത്തിയതിന് പിന്നാലെയാണ് CPM-നെ ആക്ഷേപിച്ചുകൊണ്ട് മുരശുലിയിൽ ലേഖനം വരുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഏതാനും നാളായി CPM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ഷൺമുഖവും DMK നേതാക്കളും തമ്മിൽ വാക്കുപോലെ തുടരുകയാണ്. DMK-യുടെ നവ ഉദാരവൽക്കരണ നയങ്ങൾ തോൽവിക്ക് കാരണമാണെന്ന് ഷൺമുഖം ആരോപിച്ചിരുന്നു. ഇതിനെതിരെ DMK നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കെ സ്റ്റാലിന്റെ അനുവാദത്തോടുകൂടിയാണ് TVK-ക്ക് CPM പിന്തുണ നൽകിയതെന്നും DMK നേതാക്കൾ ആരോപിച്ചു. ഇതിനിടെയാണ് പാർട്ടിയുടെ മുഖപത്രമായ മുരശുലയിൽ ഷൺമുഖത്തെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പരമ്പര പ്രസിദ്ധീകരിച്ചത്. ഇതിലാണ് കേരളത്തിലെ തോൽവിയും പ്രതിപാദിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിനായുള്ള നവവഴികൾ എന്ന പേരിൽ പിണറായി വിജയൻ വികസന രേഖ അവതരിപ്പിച്ചതടക്കം ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. കേരളത്തിലെ വിഭവങ്ങൾ അദാനിക്കടക്കം കൈമാറിയത് ഇടത് സർക്കാരാണ്. CPM മുതലാളിത്തത്തെ എതിർക്കുമ്പോഴും ബിർളയെ അടക്കം കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് തങ്ങളാണെന്ന് പിണറായി വിജയന്റെ സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന P. രാജീവ് തന്നെ ചെന്നൈയിലെത്തി പ്രസംഗിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ സാമ്പത്തിക നയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ജനം തൂത്തെറിഞ്ഞതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. ഇത്തരത്തിലുള്ള CPM-ന് എങ്ങനെയാണ് DMK വിമർശിക്കാനാകുക എന്നും ലേഖനം ചോദിക്കുന്നു. ലേഖനവുമായി ബന്ധപ്പെട്ട് DMK വിമർശിച്ച TVK രംഗത്തെത്തി. കരുണാനിധി ജീവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് മന്ത്രി രാജ്മോഹൻ പറയുന്നു.